ഞാൻ ഒരു കൊല്ലമായിട്ട് ബൈജൂസിനെ നല്ല രീതിയിൽ ന്യൂസ് വായിക്കുന്നുണ്ട്. അപ്പം ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് കേട്ട വാർത്ത ബൈജൂസിനെ ഇറക്കി വിടുന്നു, അതാണ് കേട്ടത്. അപ്പം അതിനകത്ത് ബൈജൂസിന് പറ്റിപ്പോയ എന്തേലും യങ്ങായിട്ട് ആവർത്തിക്കാതിരിക്കാൻ എന്താണുള്ളത്? പിന്നെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെറോദയുടെ സിഇഒയും കോഫൗണ്ടറും ഓപ്പണയുടെ സാമാന്യമായിട്ടുമായിട്ട് ഒരു മീറ്റിംഗ് ബോഡ്കാസ്റ്റ് തന്നെ. അപ്പം സെറോദയുടെ കോഫൗണ്ടർ ചോദിച്ച കാര്യം, സിലിക്കൺ വാലിയിലെ സ്റ്റുഡൻസിലെല്ലാം ഒരു ഓൺട്രപ്രണർഷിപ്പാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ തിരിച്ച് ഇന്ത്യ, കേരള, ഇപ്പം ഞാൻ പഠിച്ച കോളേജ് ആണെങ്കിലും ഫോക്കസ് ചെയ്യുന്ന പ്ലേസ്മെൻ്റ് ആണ്. ഇപ്പം എൻ്റെ പേരൻ്റ് ആണെങ്കിലും ഇലോൺ മസ്കിനെ പോയി ചിന്തിച്ച് കഴിഞ്ഞാൽ ഒന്നും സ്റ്റാർട്ടപ്പ് അങ്ങനെയൊന്നും ടൈം തരില്ല. അപ്പം ഈ രണ്ട് ക്വസ്റ്റ്യൻസ്, അപ്പം അതിനെന്താണ് ഒരു ഡിഫറൻറ്റ് വരുന്നത്? ഓക്കെ ഓക്കെ ആരെങ്കിലും സ്പെസിഫിക് ആയിട്ട്? ഇല്ല ഇല്ല, എല്ലാവരും ഉണ്ട്. എനിക്കങ്ങനെ സ്പെസിഫിക് ആയിട്ട് എല്ലാവർക്കും നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള സമയമില്ല. ഐ തിങ്ക് സജി സർ ആ ഒരു ബൈജൂസിൻ്റെ ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ സിറോദയായിട്ട് കമ്പയർ ചെയ്താൽ തന്നെ ആൻസർ കിട്ടും. എന്തുകൊണ്ടാണ് സിറോദ ഈസ് ആക്ച്വലി ഡോണ്ട് ഹാവ് ദാറ്റ് ഇഷ്യൂ എന്നതും ബൈജൂസിന് എന്തുകൊണ്ടാണ് ആ ഇഷ്യൂ ഉള്ളതെന്നുള്ളത് ക്ലിയർ ആണ്. കാരണം പലപ്പോഴും നമ്മൾ ഇൻഫ്ലേറ്റഡ് വാല്യുവേഷൻ കൊണ്ടുവരാറുണ്ട്. ഒരു കൺവെൻഷണൽ VC വഴി ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ടോപ്പ് ലൈൻ കൂട്ടിക്കൊണ്ടേയിരിക്കും, അതായത് സെയിൽസ് കൂട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷെ പ്രോഫിറ്റബിലിറ്റിയെ കുറിച്ച് നമ്മൾ അത് അത്രയധികം ശ്രദ്ധിക്കാറില്ല. മറിച്ച് കാരണം അവരുദ്ദേശിക്കുന്ന വേറൊരാൾക്ക് വിൽക്കുക എന്നുള്ളതാണ്. ആ പ്രോഫിറ്റബിലിറ്റി ഫോക്കസ് ചെയ്തില്ല എന്നതാണ് ബൈജൂസിന് പറ്റിയ ഒരു മേജർ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അത് ഇപ്പോഴുള്ള പല സ്റ്റാർട്ടപ്പുകൾക്കും ഇതേ ഇഷ്യൂ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് എലിമെൻ്റ് ആയ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെയും ഒരു ചലഞ്ചാണ്. അതേസമയം സിറോദ അങ്ങനെയല്ല ചെയ്തത്. സിറോദ ആക്ച്വലി ഡേ 1 മുതൽ തന്നെ പ്രോഫിറ്റബിലിറ്റി എന്നുള്ള മോഡലിലാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സസ്റ്റൈനബിൾ ആയിട്ടുള്ള എൻ്റർപ്രൈസസ് എന്ന് പറയുന്നതിനകത്ത് ഗ്രോത്ത് വേണം, പക്ഷെ അതോടൊപ്പം തന്നെ വി നീഡ് ടു ഓൾസോ ഫോക്കസ് ഓൺ പ്രോഫിറ്റബിലിറ്റി. ദാറ്റ് ക്യാൻ ആക്ച്വലി ആൻസർ ദി ക്വസ്റ്റ്യൻ. ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് നമ്മളിവിടെ ഓൺട്രപ്രണർഷിപ്പ് ഇല്ല എന്ന്, അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് ഫോക്കസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഇതൊരു ശരിക്കും തെറ്റായ ധാരണയാണ്. കാരണം എന്നറിയോ, നിങ്ങൾ ഈ ന്യൂ ജനറേഷൻ ബാങ്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ടോപ്പ് 10 പ്രൈവറ്റ് ബാങ്ക്സ് എടുക്കുക, അതിൽ 8 ബാങ്കുകൾ കേരളത്തിൽ നിന്നാണ്. ഇന്ന് ഇന്ത്യയിലെ ടോപ്പ് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികൾ എടുക്കുക, ടോപ്പ് ആയിട്ടുള്ള 5 എണ്ണം എടുക്കുകയാണെങ്കിൽ 4 എണ്ണവും കേരളത്തിൽ നിന്നാണ്. ടോപ്പ് ആയിട്ടുള്ള ഫാഷൻ ബ്രാൻഡ്സ് എടുക്കുക, വേൾഡിലെ ടോപ്പ് 100 ബ്രാൻഡ്സിൽ 2 എണ്ണം കേരളത്തിൽ നിന്നാണ്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ സാറിൻ്റെ ബുക്കുണ്ട്, അത് വായിച്ചു നോക്കണം. 50ഓളം ഒന്നുകിൽ കൺട്രിയിലെ നമ്പർ 1 അല്ലെങ്കിൽ ഏഷ്യയിലെ നമ്പർ 1 കമ്പനികളുണ്ട്. പക്ഷെ നമ്മളത് പറയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നേരത്തെ അശോക് ഒരു ചോദ്യം ചോദിച്ചു, വിമൽ ഗോവിന്ദ് ഇവിടെ നിന്ന് അധികം ദൂരമില്ല, തൃത്താലയ്ക്ക് അടുത്തുള്ള ഒരാളാണ്. വിമൽ ഗോവിന്ദിന്റെ കമ്പനി 5 കൊല്ലം കൊണ്ട് 200 കോടി രൂപയുടെ മൂല്യമുള്ള കമ്പനിയായി. പക്ഷെ നമ്മളത് പറയുന്നില്ല, ആ സ്റ്റോറീസ് നമ്മൾ പറയുന്നില്ല. അതാണ് നമുക്ക് വേണ്ടത്. വി ഹാവ് ഓൺട്രപ്രണറിയൽ സ്പിരിറ്റ് ഇൻ us, ബട്ട് വി ഡോണ്ട് കീപ്പ് ഓൺ സെലിബ്രേറ്റിംഗ് ദാറ്റ്. നമ്മൾ അത് സെലിബ്രേറ്റ് ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ സ്കൂളിലും കോളേജിലൊക്കെ ചെയ്യേണ്ടി വരും.